വീടു കുത്തുവോ പിടിച്ച് നമ്മളോ കേരളാസുകാരെ. ഇതാണ് ഗോതമ്പ്. ദിസ് ഈസ് ഗോതമ്പ് കതിർ. അപ്പൊ അതെ ഞങ്ങൾ ഇന്ന് കറങ്ങാൻ പോണ സ്ഥലം എന്ന് പറയുന്നത് പറയൂ ചപ്പിയ. അപ്പൊ ഞങ്ങള് ചപ്പിയയിലേക്ക് പോവാണ്. ചപ്പിയയില് എന്തൊക്കെയോ അമ്പലോ അങ്ങനെ എന്തൊക്കെയാണ് കാണാനുള്ളത്. അപ്പൊ അവിടേക്കാ പോണത്. അപ്പൊ അളിയന് ഇവിടെ കാറുമേക്ക് തുണിയിൽ വെള്ളം നനച്ചൊക്കെ കൊണ്ടുവരണുണ്ട്. എന്ത് സംഭവം തുടയ്ക്കാൻ കഴുകാൻ പറ്റിയില്ല. അപ്പൊ അളിയനോടെ വണ്ടീനെ പൊന്നു പോലെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അഞ്ജലി ഇന്ന് പാട്ട് പാടാനുള്ള സ്പീക്കറൊക്കെ കയ്യിലെടുത്ത് പിടിച്ചേക്കാണ്. ഏതായിരിക്കും ഫസ്റ്റ് പാട്ട്? അഭി തും ഹി ഹോ ഇറങ്ങിയപ്പോൾ ഇവിടെ കണ്ടോ കുഴൽക്കിണർ കുത്തണ വണ്ടികൾ കിടക്കണ. നമ്മുടെ നാട്ടിലെ ട്രാക്ടറിന്റെ പിന്നില് ഒരു സെറ്റ് ചെയ്തേക്കാം. 3 വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടി പണിക്ക് പോയേക്കണെന്ന്. ബാക്കി 2 വണ്ടി കൂടിയേ ഉള്ളൂ. കമ്പികളുണ്ട് ഓരോ ഇറക്കി വിടാനുള്ള. അതായത് നമ്മുടെ നാട്ടില് വലിയ തമിഴ് ലോറി എന്നൊക്കെ പറയില്ലേ, വലിയ ട്രെയിലറൊക്കെ ഇല്ലേ, അതിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടേക്കണേ, കുറെ പൈപ്പൊക്കെ വെച്ച്. പക്ഷെ ഇവിടെ ഭയങ്കര സിമ്പിളായിട്ട് അവര് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുനടക്കണേ. ഞങ്ങൾ ഈ വഴി കൂടെയൊക്കെയാണ് നടന്നത്. പിന്നെ അല്ല ഞങ്ങൾ അതിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് ഇവിടെയൊക്കെ വന്ന് അവിടെ പഞ്ചലി ഓർമ്മ കടോർന്നുണ്ടാവില്ല. അപ്പൊ ഞങ്ങള് തിരിച്ചു പോയി. നിങ്ങൾക്കൊന്നും കിട്ടിയില്ല തിന്നാനൊന്നും വഴിയുന്നു. 6:30-7 മണി നേരത്തെ ആര് കട നമുക്ക് നടന്നു വരാം. 10-11 മണിയെങ്കിലും ആവണം. രാത്രി നടന്നു വരാം. ഓക്കെ, ഇന്ന് രാത്രി നമ്മള് ഇന്ന് അറിയും സ്ഥലത്തേ. അത് എത്ര മണിക്കാന്ന് അറിയാതെങ്കിൽ 12 മണിക്കാണ്. ഇന്നലെ ഇന്നലെ രാത്രി കഴിഞ്ഞു. ഹോളിക ഇന്നലെ ആയിരുന്നു ഹോളിക കത്തിക്കണ ദിവസം. അതായത് എന്തോ ഒരു പ്രതിമ ഒരു കത്തിക്കും. ഫുൾ മരങ്ങൾ ഇങ്ങനെ എന്താ പറയാ കൂട്ടിയിടും. ഉണങ്ങിയ കമ്പുകളില്ലേ, അത് ഫുള്ള് ഇങ്ങനെ കൂട്ടിയിടും. തീ കൊടുക്കും. മെയിൻ റോഡില് ജംഗ്ഷനില് അവര് പറഞ്ഞ തിന്മകളെല്ലാം കത്തിച്ച് കളയാണ്. പക്ഷെ ഇത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് കത്തിക്കൽ ഇപ്പൊ നമ്മുടെ പറമ്പിൽ നമ്മളെപ്പോഴും ചാറ് കൂട്ടി കത്തിക്കുന്നു, കമ്പ് കത്തിക്കുന്നു. അവരുടെ ഒരു കഷ്ടം അങ്ങനെയാണത്. അവരുടെ അത് കത്തിക്കണേനൊക്കെ മുഹൂർത്തൊക്കെ ഉണ്ട്. ആ കറക്റ്റ് ടൈമിൽ അവരത് കത്തിക്കും. കേട്ടോ കേട്ടു. ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങള് കാറ്റിന്റെ ദിശയൊക്കെ നോക്കും. ആളി കത്തുവോ, സൈഡിലേക്ക് പിടിക്കുവോ. ദിശ നോക്കി കത്തിക്കണം. ഇത് എവിടെയാന്നറിയോ? 4 കൂടിയ റോഡിന്റെ ഏറ്റവും നടുക്ക് ജംഗ്ഷനില്. ടാറ് കുരുങ്ങി പോവില്ലേ? അതിനൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ടാർ ചൂടാൻ ഒരുക്കില്ലേ. ഏറ്റവും തിരക്കുള്ളൊരു റോഡാണ് ബൈപ്പാസ്. ഇങ്ങനെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ചേട്ടന് കേരളത്തിലെ ഏതെങ്കിലും കമ്പനിക്ക് ഡ്രൈവറായിട്ട് ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഒരു 1 ലക്ഷം രൂപ പോയി കൂടെ കേട്ടോ. 1 ലക്ഷം രൂപയോ? 1 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഈ ഡ്രൈവറെ നാട്ടിലേക്ക് കിട്ടും. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഓപ്പോസിറ്റ് വണ്ടി വന്നാലും, സൈഡിൽ കൂടെ വണ്ടി വന്നാലും, ആകാശത്തെ കൂടെ വണ്ടി വന്നാലും നമ്മളിങ്ങനെ അതെ. സ്പെഷ്യൽ UP ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയാണ് ഞാനേ. എന്റെ ലൈസൻസ് UP ലൈസൻസ് ആണോ. ഞാൻ ഉത്തർപ്രദേശിൽ നിന്നാണ് ലൈസൻസ് എടുത്തത് ആദ്യം. അതിനുശേഷം പിന്നെ നാട്ടിൽ വന്നപ്പോൾ നാട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ആക്ച്വലി എന്റെ ലൈസൻസിൽ നോക്കിയാൽ UP എന്ന് കാണും. ഞാൻ UP കാരനാണ്. നീ വിചാരിച്ച പോലെയല്ല, ഞാൻ വെറുതെ അല്ല ഇവിടെ വണ്ടി ഓടിക്കുന്ന പറഞ്ഞത്. UP ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ കൂടുതലാ. അപ്പൊ നമ്മള് തിരിഞ്ഞു വന്നതേ ഇതിലെ നേരെ പോയി. അതാണ് ടോൾ പ്ലാസ. ഓ, നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് പോയിട്ടില്ല. ഈ വഴിക്ക് പോയിട്ടില്ല. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു. ആദ്യമായിട്ടാണ് നമ്മൾ ടോൾ പ്ലാസ. ഈ വഴിക്ക് നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നത്. മറ്റേ പള്ളി, ഗോരപ്പൂര് പള്ളിയിൽ. ഗോരപ്പൂരല്ല, നമ്മുടെ ഇടവക പള്ളി. ഒറിജിനൽ പള്ളിയിൽ. നിങ്ങൾ രാവിലെ പോയത് നമ്മുടെ സ്കൂളിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പള്ളിയിൽ. ചാപ്പൽ ഡ്യൂപ്ലിക്കേറ്റ് പള്ളി. അത് ചാപ്പലാണ്. നമ്മൾ ഒറിജിനൽ ഇടവക പള്ളിയിലേക്ക് പോകുന്നത് ഈ വഴിയാ. ഞായറാഴ്ച പോകുന്ന വഴിയില്ലേ. ഇവിടുന്ന് വെറും 3 കിലോമീറ്റർ. അപ്പൊ നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയുടെ വേറെ രൂപമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ എങ്ങനെയാണ് നോക്കാം. പാലിയേക്കര ടോൾ പ്ലാസയുടെ അത്രയും തിരക്കോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല.
ഇന്ന് തിരക്കില്ല. എല്ലാ ഗേറ്റുകളും ഓപ്പൺ ആണ്. എല്ലാ ഗേറ്റും ഓപ്പൺ ആണ് മീൻസ് ഓരോ വണ്ടിക്ക് വേണ്ടിയുള്ള അതേ ഉള്ളൂ. നിങ്ങൾ 2 വണ്ടി പോകും ഓ അല്ല നമ്മളിവിടെ ലൈനായിരിക്കല്ലോ. വെൽക്കം ടു ടോൾ പ്ലാസ. ഇത് ഉറക്കൂല്ലേ? ഹോളി കളിച്ച് നിർത്തിയിരിക്കുന്നുണ്ടോ ഷർട്ട്? കാറ് ഇപ്പഴാണ് അവന് മനസ്സിലായത് കാറാന്ന്. ലോക്കലാണ് വണ്ടിന്ന്. താങ്ക് യു. പൈസ കട്ടാവില്ല? ആ നിങ്ങൾക്ക് പൈസ കട്ടാവില്ല? ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആണ്. എത്ര കിലോമീറ്റർ ചുറ്റളവില്? ഈ ജില്ലക്കാർക്ക് ഫ്രീ ആണ്. ഓ മൈ ഗോഡ്. കണ്ടുപഠിക്കും പാലിയേക്കര ടോൾ പ്ലാസ. തൃശ്ശൂർ ജില്ലക്കാർക്ക് മൊത്തം ഫ്രീ ആണ്. തൃശ്ശൂർ ജില്ലക്കൂടെ ടോൾ പാസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ വേണ്ടത്. അവിടെ അങ്ങനെയല്ല. ഇത് അവരുടെയല്ലേ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താലേ നമ്മുടെ നാട്ടില്. ഇനി അതുമല്ല, വണ്ടി ഇവിടുത്തെ രജിസ്ട്രേഷൻ അല്ല എങ്കില് നമ്മുടെ ആധാർ കാർഡ് ഇവിടുത്തെ ആയാൽ മതി. ആധാർ കാർഡ് കാണിച്ചാൽ മതി. കണ്ടുപഠിക്കൂ. അല്ലെങ്കിൽ 70 രൂപ 120 രൂപ അങ്ങനെയാണ്. നമ്മുടെ അവിടെ തന്നെയാ. ഇപ്പൊ കൂട്ടിന്നോളൂ 90. അങ്ങനത്തെ ചാർജാണ്. നമ്മളിവിടെ അടച്ചിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല. പക്ഷെ എന്താ നോക്കുക, അതൊക്കെയാണ് ശരിക്കും വേണ്ടത്. പ്രോപ്പർ. അതായത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇപ്പുറത്ത് അങ്ങോട്ട് വേണമെങ്കിൽ ടോൾ കൊടുക്കണം. എവിടെ എവിടെയാണ് ഒട്ടിച്ചിട്ടൊന്നുമില്ല. സാധനം ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാധനം. വണ്ടി പൊട്ടിക്കില്ല. കാരണം വണ്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫാസ്ടാഗ് അതിനകത്ത് വെച്ചിരിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തെടുത്ത് കാണിക്കും. കണ്ടോ വീടോ? നമ്മളിതൊക്കെ നമ്മുടെ നാട്ടില് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നെ കളക്ടർ ആക്കാവോ? നിങ്ങളുടെ അവിടെ അതിനുവേണ്ടി ഭയങ്കര സ്ട്രൈക്ക് ഒക്കെ കണ്ടായിരുന്നല്ലോ. എന്നിട്ടൊന്നും പറ്റില്ലേ? ഒരു കാര്യമില്ല കേട്ടോ. എന്തോരം സ്ട്രൈക്കുകൾ നടക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം. ചുണയുള്ളവരില്ലാണ്ടല്ല. അതിന്റെ മീൻസ് അത് മാനേജ് ചെയ്യാനുള്ള പവർ അത് ഇത് ചെയ്യാൻ കൺട്രോൾ ചെയ്യുന്നവർക്കില്ല. ചെയ്ത് കൊടുക്കേണ്ടത് അറ്റ്ലീസ്റ്റ് അവരവരുടെ ജില്ലയിലുള്ളവർക്ക് ഫ്രീ ആയിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും അത് ദൂരെയുള്ളവർക്കല്ല, തൊട്ടടുത്തുള്ളവർക്ക്. കിലോമീറ്ററിനുള്ളിലെങ്കിലും കൊടുക്കേണ്ടതാണ് അതിനോട് അടുത്തുള്ളത്. നമ്മൾ എത്ര കിലോമീറ്റർ ദൂരം വിടും? ഒരു 20 കിലോമീറ്റർ ആയിരിക്കില്ലേ? 15-20 കിലോമീറ്റർ കൊടുക്കുമ്പോൾ 25 കിലോമീറ്റർ എങ്കിലും കൊടുക്കണം. നമുക്ക് കാണിച്ചു ശരിക്കും. അല്ലെങ്കിൽ വേറെ മീൻസ് ദൂരെ വരുന്ന വണ്ടികൾക്ക് അങ്ങനെയൊക്കെ ആക്കണം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മളിപ്പോ കിടന്ന് വെച്ചിട്ടൊരു കാര്യമില്ല. അവിടെ നമുക്ക് ഫ്രീ ആണ്. നിങ്ങളുടെ ഭാഗ്യം ചേട്ടാ, നിങ്ങളുടെ ഭാഗ്യം. ജില്ലയിൽ പെടുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അതിന് വേണ്ടി കുറെ ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ കിടന്ന് ഒച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. ഞാനും കുറെ പോയി. പള്ളിയിലേക്ക് പോകാനേ ഇവിടുന്ന് കട്ട് ചെയ്യും. സൈഡിൽ കൂടെ കട്ട് ചെയ്യും. എന്നിട്ട് നേരെ പോകും താഴെ കിടന്നു സൈഡിൽ കൂടെ. ഓക്കെ. അപ്പൊ എന്തിട്ടായാലും ഞങ്ങള് വന്നിട്ട് 2ാമത്തെ ദിവസം അല്ല 3ാമത്തെ ദിവസമാണെന്ന്. ആക്ച്വലി നമ്മള് ആ വരണ അന്ന് അതിന്റെ തലേ ദിവസം നല്ല രീതിയിൽ ഉറങ്ങാതെ ഇരുന്നിരുന്നു. ആ ഉറക്കം ഇപ്പോഴും ഇങ്ങനെ ഉറക്കം വന്നുകൊണ്ടിരിക്കുക. ഉറക്കം ഇങ്ങനെ നടക്കുന്നത്. അത് മാത്രമേ കുഴപ്പമുള്ളൂ. ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങാം. വൈകുന്നേരം നമ്മൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഉറക്കാം. ആക്ച്വലി നാളെയാണ് ഹോളിയുടെ ദിവസം. അതെ, നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞങ്ങളോട് വന്നേക്കുന്നത്. നാളെ ഇരിക്കുന്ന അളിയുടെ മുഖമൊക്കെ എങ്ങനെയായിരിക്കും? അഞ്ജലി അവിടെ ഇരിക്കട്ടെ. അഞ്ജലിയുടെ മുഖം കാണാം നാളെ. നമ്മുടെ പള്ളി കാണാട്ടോ. പള്ളി ഇവിടുന്ന് കാണാൻ പറ്റും. എവിടെ കുരിശ്? ഞാൻ കാണുന്നില്ലടി. ആ ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ ഒരു കുരിശ് കണ്ടിരുന്നു. പിന്നെ ഇത് പള്ളിയുടെ താഴെയാണോ? അവിടെ ഉണ്ട്. നമ്മളൊരു ദിവസം പോകുമ്പോ കാണിക്കാട്ടാ. കുഴപ്പമില്ല. ഇവിടെ ഞങ്ങള് കഴിഞ്ഞ ദിവസമൊക്കെ കൂടെ യാത്ര ചെയ്തപ്പോ നല്ലേട്ടൻ പറഞ്ഞു അവിടെ പോകുന്ന വഴിയില് ഒരു പുഴ തന്നെയല്ലേ? നമ്മുടെ ചാലക്കുടി കൂടെ പോകുന്ന നമ്മുടെ ട്രെയിൻ ഉണ്ടല്ലോ, ആലപ്പുഴ രപ്തി സാഗർ എക്സ്പ്രസ്. അപ്പൊ അതിന്റെ ആ രപ്തി സാഗറില് അവിടെ ബോഡികള് കത്തിക്കും. എല്ലാ ദിവസവും കുറെ ബോഡികൾ ഉണ്ടാവുന്നു. ഒരു ബോഡി കത്തിക്കുമ്പോ സ്മെല്ല് കണ്ടിരിക്കും. എവിടെന്നെങ്കിലൊക്കെ ദൂരേന്ന് കൊണ്ട് അവരുടെ ഒരു പുണ്യസ്ഥലം എന്ന് പറയുന്ന പോലെ. ഗംഗാനാണോ? ഗംഗയൊന്നുമല്ല, അവര് അവിടെ കൊണ്ടേ കത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു കഷ്ടമാണ്. ഈ ഗംഗാ നദി ഇത് കൂടെ ഒഴുകണ്ടോ? ഇവിടെ ഇല്ല. ദഹിപ്പിക്കുക ദഹിപ്പിക്കുക അവിടെ വീടുകളിലൊന്നുമില്ല.
അപ്പൊ അങ്ങനെ കൊറേ പേരെ കത്തിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ പറ്റിയാ പോണെന്നുണ്ട്. പക്ഷെ അല്ലേട്ട് ഞങ്ങളോട് കൊണ്ടുപോകാനായിട്ടൊരു മാനസിക വിഷമുണ്ട്. എന്തെന്നറിയില്ല, ഞങ്ങളെ കൊണ്ടുപോകാണ്ടിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അവിടെ വരെ പോകണം, ഒന്നും കൂടെ 70 കിലോമീറ്റർ പോകണം. അല്ല, നമ്മളെപ്പോഴും കോരപ്പൂര് പോകുമ്പോ അവിടെ ഇറങ്ങിയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അടുത്ത പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഒന്നുകൂടെ പോകില്ല. നമ്മള് പോകുമ്പോ കൊറേ ബോഡികൾ കത്തിക്കണ്ടാവണോ? വെറുതെ പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ചെല്ലുന്ന സമയത്തുണ്ടെങ്കിൽ പോവാം. നമുക്ക് പറ്റണേ നമ്മള് കാണിക്കാട്ടോ. മാക്സിമം ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാന്നുള്ളതാണ്. ആയിക്കോട്ടെ. അഞ്ചു വെച്ചിട്ടില്ല, റോഡ് മാപ്പ് വെച്ചിട്ടുണ്ടോ? വഴി അറിയാത്ത ആൾക്കാരാണ് ഞങ്ങളെ കൊണ്ട് പോണത്. നിങ്ങൾ വന്നോണ്ട് ഇപ്പൊ ഞങ്ങക്ക് പോകാൻ പറ്റിയില്ലേ? ആണോ? അപ്പൊ തുടങ്ങും. അപ്പൊ ഞങ്ങൾ അങ്ങനെ അതെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടങ്ങി, ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. നോക്കണേ തരികയില്ല. ഞങ്ങക്ക് കേറി പോണം പയ്യാ. അപ്പൊ ഞങ്ങൾ തന്നെ പോണ വഴിക്ക് ഇതേ ഒരു റെയിൽവേ ഗേറ്റിന്റെ അടുത്ത് എത്തി. ഇവിടെ റെയിൽവേ ഗേറ്റ് ആൾക്കാർ ക്രോസ് ചെയ്യാനുണ്ടോ? ആ ഗേറ്റിന്റെ അടിയിൽ കൂടെ ഒക്കെ വണ്ടികൾ കിടത്തണ. വന്ന വഴിയിൽ കുറേ കരിമ്പ് വണ്ടികൾ കിടക്കണ്ടായിട്ടാ ഇതേപോലത്തെ. എന്തൊരു കഷ്ടപ്പെട്ടാ കിടത്തണേന്ന് നോക്കിയേ. ഇതിപ്പോ വരും ട്രെയിൻ. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ പോയി. നമ്മൾ വീണ്ടും വണ്ടി കയറാൻ പോവാണ്. കരിമ്പും വണ്ടിയുടെ കാര്യം ഒന്നും പറയാനില്ല കേട്ടോ. ഇഷ്ടം പോലെ കരിമ്പും വണ്ടി. ആ കരിമ്പ് കണ്ടോ? ഇവിടുത്തെ കരിമ്പ് വയ്ക്കാൻ ഒരു ആരോഗ്യമില്ലാത്ത കരിമ്പ്. ഞാൻ നമ്മുടെ വീട്ടിൽ വെച്ച കരിമ്പിന് എന്തിനാ സൂപ്പർ കരിമ്പായിരുന്നു. കരിമ്പിന്റെ മണ്ണാണ്. പോയിപ്പോ അതെ ആടുകൾ വരുന്നു. കൊറേ ആടുകളുണ്ട് കേട്ടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. വീടു കുത്തുവോ പിടിച്ച്. ഇവര് ഹോളി ആഘോഷിക്കുന്നതായിരിക്കും. കൊറേ എണ്ണുണ്ട്, കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ ആയിട്ട്. നമ്മളോ കേരള से आ रहे, केरला अभी तक देखा नहीं है ऐसा. बकरी को मालूम है, इतना ज्यादा हम लोग देखा नहीं है एक ही साथ. आएगा എല്ലാത്തിനോടും പാടത്തേക്ക് എന്താ കൊണ്ടുപോകണം. അവിടെ ഏതോ ഇതിനെ മേക്കണ സ്ഥലമുണ്ട്. അവിടേക്ക് പോകാൻ കൊണ്ട് വേണമല്ലോ എല്ലാവരും കൂടി. ഇങ്ങോട്ട് അപ്പൊ ഞങ്ങള് ആടിന്റെ പിന്നാലെ പോവാണ്. ആണോ? അപ്പൊ എന്തായാലും അതൊക്കെ പഞ്ചസാര ഉണ്ടാക്കണ കമ്പനികളാണ് കേട്ടോ. നമുക്ക് തിരിച്ചു പോയാലോ? ഒരു ഗോതമ്പ്. ഇത് മൊത്തം ഗോതമ്പാണ്. ഈ സൈഡിൽ നിൽക്കുന്നത് ഫുള്ള്. നമുക്ക് വേറെ ദിവസം കാണിക്കാം. അവരവിടെ വന്നിട്ടേ വീഡിയോ എടുക്ക്, ഞങ്ങളുടെ ഗോതമ്പിന്റെ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഫുള്ള് ഗോതമ്പ്. ഇതാണ് ഗോതമ്പ്. ദിസ് ഈസ് ഗോതമ്പ് കതിർ. ദിസ് ഇൻസൈഡ് ഹാവ് ഗോതമ്പ്. നോക്കിയിട്ട് ഇതൊരെണ്ണം പൊട്ടിച്ചാലോ? കിട്ടോ? ഓടിക്ക് വരും. അവരുടെ കൃഷിയാണത്.
ഇതിന്റെ ഉള്ളില് ഗോതമ്പുണ്ടോ? താറാവിനൊക്കെ ഇവിടെ വിട്ടറിയുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഉള്ളൊന്നും ഇല്ല, ഇത് മൂത്തിട്ട് പോലും ഇല്ല. ഗോതമ്പ് ആവണുണ്ടാവുള്ളൂ. എന്നിട്ടായാലും ഇതാണ് നമ്മുടെ ഗോതമ്പ് പാടവും. ഈ പച്ചയാണ് ചേട്ടാ ഗോതമ്പ്. ആ അത് ഉണക്കുമ്പോഴേ ഗോതമ്പാവോ. തിന്നോക്കാൻ പറ്റില്ല. സിമെന്റ് ഫാക്ടറി അല്ലല്ലോ, ഷുഗർ പഞ്ചസാര ഉണ്ടാക്കണ ഫാക്ടറി അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ആണ് ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചാണകം. ആ സൈഡിലൊക്കെ ഉണ്ട് ചാണകം. ചിലപ്പോ കത്തിക്കാനായിരിക്കും അല്ലേ? ആയിരിക്കും. എന്തായാലും കൊള്ളാം. പോണ് കരിമ്പും കൊണ്ട് വണ്ടികള് അവരവരുടെ പറമ്പിലുണ്ടാവണ കരിമ്പ് വെട്ടിക്കൊണ്ട് പോകണമെന്ന് തോന്നുന്നു. പാവ അവരുടെ ടൈം വൈകിട്ട് അവര് ബോറടിച്ചിരിക്കാൻ തോന്നേട്ടാ. വേഗം പോവാം. കേറുമോളെ വേഗം കേറ്. കരിയണ വീട്